വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ആണ്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് ബ്ലാക്ക് റൈസിൻസ് ആണ്. പിന്നെ ഡ്രൈഡ് ചെറി, ഡ്രൈഡ് സ്ട്രോബെറി, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഡ്രൈഡ് ബ്ലൂബെറി, ഇത്രയും ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1.5 കപ്പ് അളവിലാണ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും കാഷ്യൂ നട്ട്സ് എടുത്തിരിക്കുന്നത് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്യാതെയാണ് നമ്മൾ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിനകത്തേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് വലിയ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പീസൊക്കെ ആണെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇത് ഞാനിവിടെ ബോട്ടിൽ ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് എടുത്ത് അത് വെള്ളമൊന്നും ചേർക്കാതെ ജ്യൂസ് ആക്കിയെടുത്ത് നമ്മൾക്ക് സോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നികക്കനെ നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മൾ ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമ്മളിത് മാറ്റി വെക്കണം. ഇനി നമ്മൾക്ക് കാരമൽ തയ്യാറാക്കിയെടുക്കണം. അതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടായി നിൽക്കുന്ന പാനിലേക്ക് ഞാനിവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്താണ് ബാക്കിയുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സൈഡെല്ലാം ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര നന്നായി ബ്രൗൺ ആയി തുടങ്ങുന്ന ഈ ഒരു സമയത്താണ് ഞാനിവിടെ സ്പൂൺ വെച്ച് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കാരമൽ തയ്യാറാക്കാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് തീ അല്പം കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കാരമലിൻ്റെ മുകളിൽ കാണുന്ന പത കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പത ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ സമയത്ത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നന്നായി ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ദേഹത്തേക്കൊന്നും തെറിക്കാതെ അല്പം മാറി നിന്ന് വേണം നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ആവി കൊണ്ട് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് തിള വന്ന ശേഷം നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കേക്ക് ടിൻ തയ്യാറാക്കി വെക്കാം. ഇവിടെ ഞാൻ കുറച്ച് ബട്ടർ തടവിയതിന് ശേഷം അതിൽ ബട്ടർ പേപ്പർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ബൗളിനകത്തേക്ക് 1.5 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒരു 3 തവണയെങ്കിലും നന്നായി സീവ് ചെയ്തെടുക്കുക. ഇങ്ങനെ 3 തവണയെങ്കിലും സീവ് ചെയ്തെടുത്താലാണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുക. പിന്നീട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് ഞാനിവിടെ 3/4 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉള്ളത് കൊണ്ടാണ് ഞാനത് ചേർത്തത്. നിങ്ങൾക്ക് നോർമൽ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 ഏലക്കായും 3 ഗ്രാമ്പുവും 2 ചെറിയ കഷ്ണം പട്ടയും 1 ജാതിക്കയുടെ പകുതിയും ചേർത്ത് ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ജ്യൂസ് നമുക്ക് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ജ്യൂസ് നമ്മൾ പിന്നീട് ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിലെ ജ്യൂസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് ചേർക്കുക. അപ്പോൾ എഗ്ഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എഗ്ഗ് ചേർത്ത ശേഷം നമ്മൾ ഒരു ബീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് ചെറുതായി ഒന്ന് ബീറ്റ് ആയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എഗ്ഗെല്ലാം നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ അല്പാൽപ്പം ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഷുഗർ കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ എഗ്ഗും ഷുഗറും എല്ലാം നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ചേർത്ത ശേഷം ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അതിനുശേഷം ബീറ്റർ മാറ്റി വെക്കുക. പിന്നീട് ഇതിലേക്ക് അല്പാൽപ്പം ഫ്ലോർ ചേർത്ത് ഒരു സ്പാറ്റുല യൂസ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്ലോർ ചേർക്കുന്ന സമയത്ത് നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അല്പാൽപ്പം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ ഒരുവിധം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പാണ്. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചതുകൊണ്ട് ഇത് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഇതിൻ്റെ ചൂടെല്ലാം തണിഞ്ഞ് ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ കാരമൽ സിറപ്പ് കൂടെ ഇതിനകത്ത് ബാറ്ററിനകത്തേക്ക് ചേരുമ്പോൾ ആ ബാറ്ററിന് നല്ലൊരു കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസിന് ഈ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ മാവെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ആ കാരമൽ സിറപ്പെല്ലാം മാവിനകത്ത് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് സിസ്റ്റാണ്. ഇത് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ആ വെളുത്ത ഭാഗം പെടാതെ തൊലി മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. മൈദയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മൈദയിൽ നന്നായി കോട്ടായി കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ബാറ്ററിനകത്തേക്ക് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിനകത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതിനകത്തേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ലൂസായി കഴിഞ്ഞാൽ ഇതിലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ പോയി നിൽക്കുകയും കേക്ക് അത്ര പെർഫെക്റ്റ് ടെക്സ്ചറിൽ കിട്ടുകയും ഇല്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ടുള്ള അളവിൽ വിനാഗിരിയാണ്. വിനാഗിരി ചേർത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓണാക്കി വെച്ചിരുന്നു. 170°C 10 മിനിറ്റ് സമയം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്റർ എല്ലാം ഞാനിവിടെ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്യൂവർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എങ്കിൽ ആ എയർ ബബിൾസ് എല്ലാം റിമൂവായി കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നീട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ബ്ലാക്ക് റൈസിൻസും കുറച്ച് ചെറിയുമാണ് ഞാൻ ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാനിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 60 മിനിറ്റ് സമയമാണ് എനിക്ക് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് എടുത്തത്. 170°C 60 മിനിറ്റ് ആയിരുന്നു ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ആ സമയം കൊണ്ട് എൻ്റെ കേക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിരുന്നു. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ ഫോൾഡ് എല്ലാം മാറ്റിയതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്ത് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് കേക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.